ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ വഹിച്ച പരിവർത്തനാത്മക പങ്കിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലെ NDA സർക്കാർ 11 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ശാസ്ത്രം, വിദ്യാഭ്യാസം, കായികം, സ്റ്റാർട്ടപ്പുകൾ, സായുധ സേനകൾ എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മികവ് പുലർത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസ്, ബെൽജിയം എന്നിവിടങ്ങളിലേക്കുള്ള 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പുറപ്പെട്ടു. ഈ മാസം 12-നും 13-നും നടക്കുന്ന പ്രഥമ മെഡിറ്ററേനിയൻ റൈസീന സംവാദത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവം തികച്ചും ദാരുണമാണെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. കെണിവച്ച കേസിൽ മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനീഷിനെ അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കും. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി 12 മണിവരെ 52 ദിവസമാണ് നിരോധനം. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ വിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. അറബിക്കടലിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷക്കാറ്റ് ദുർബലമായതിനാൽ ഇനിയുള്ള 2 ദിവസങ്ങളിൽ മഴ സാധാരണ നിലയിലായിരിക്കുമെന്നും മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചരിത്ര ദൌത്യമായ ആക്സിയം 4ന്റെ വിക്ഷേപണം മറ്റന്നാൾ. ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. പ്രമുഖ എഞ്ചിനീയറിംഗ് കമ്പനിയായ HCL ടെക്കിന്റെ 2ാമത്തെ യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തന്നെ മികച്ച തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ വനിതാ ശിശു വകുപ്പ് സമുച്ചയത്തിൽ നിർമ്മിച്ച സഖി വൺ സ്റ്റോപ്പ് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷനാകും. തൃശൂരിലെ നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. 19 നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലായി 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടുനിൽക്കുന്ന 23 കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. ചരക്ക് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ആകെ 64 കണ്ടെയ്നറുകൾ ഇതുവരെ കണ്ടെത്തി. വിഴിഞ്ഞം, കോവളം ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ 21 ബാരലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന നാളെ വിഴിഞ്ഞം തുറമുഖത്തെത്തും. രാവിലെ 8ഓടെ കപ്പൽ തുറമുഖത്ത് ബെർത്ത് ചെയ്യും. 399.9 മീറ്റർ നീളവും 61.03 മീറ്റർ വീതിയുമുള്ള കപ്പലിന് 24,346 TEU ശേഷിയുണ്ട്. ഇടുക്കി മയിലാടുംപാറയിലെ ഏലത്തോട്ടത്തിൽ കുഴിയിൽ വീണ കടുവയെ വനപാലകർ മയക്കുവെടിവെച്ച് പിടികൂടി. കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി. നായയെ വേട്ടയാടുന്നതിനിടെയാണ് കടുവ കുഴിയിൽ വീണതെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് അപകടം. ചാവക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 16 പേരുണ്ടായിരുന്നു. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 92 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 103 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിംഗിൽ വീണ്ടും പ്രതിസന്ധി. ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാൻ ഓപ്പറേറ്ററും നടത്തിപ്പുകാരനും വിമുഖത കാണിക്കുന്നു എന്നാരോപിച്ചാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഠിനംകുളം പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകിയതിന് പിന്നാലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസ് കിരീടം ഇറ്റാലിയൻ സഖ്യത്തിന്. 2ാം സീഡായ സാറ എറാനി, ജാസ്മിൻ പൌളിനി സഖ്യമാണ് കിരീടം നേടിയത്. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ ഇന്ന്. സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള കലാശപ്പോരാട്ടം രാത്രി 12:30-നാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണ് മത്സരം. സ്പെയിനാണ് നിലവിലെ ജേതാക്കൾ. കൊളംബിയയുടെ വലതുപക്ഷ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിഗുവൽ ഓറിബയ്ക്ക് നേരെ വധശ്രമം. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നടന്ന പ്രചാരണ പരിപാടിക്കിടെ 39-കാരനായ ഉറിബയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ്. ആകാശവാണിക്ക് ഇന്ന് 90ാം പിറന്നാൾ. 1936 ജൂൺ 8-നാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിനെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ആകാശവാണിയുടെ ശബ്ദം ഇന്ന് 23 ഭാഷകളിലായി 591 സ്റ്റേഷനുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.